ഹായ് എവ്രി വൺ, ഇന്നൊരു ഡിഫറെൻറ്റ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് ചെറുതായിട്ട്. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് DIYs വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ജെല്ലി ഫിഷ് ഹാങ്ങിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനായിട്ട് ഒരു ബ്രാക്കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ആക്രിലിക് പെയിൻറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഒന്നുമില്ല, ഈ ആക്രിലിക് പെയിൻറ്റ് ആ ഒരു ബ്രാക്കപ്പിൻ്റെ മുകളിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡ്സിൽ വരുന്ന ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ത്രെഡാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഓരോ ബീഡ്സും അതിലേക്ക് കോർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കോർത്ത് വെച്ചിട്ടുള്ള ബീഡ്സ് എല്ലാം കൂടെ ഈ ഒരു ബ്രാക്കപ്പിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു വിൻഡോ സൈഡിലാണ് കേട്ടോ ഇത് ഹാങ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കുറച്ച് എയറിൽ ഫ്ലോട്ട് ചെയ്യുന്ന ആ ഒരു ഫീല് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നാലും ചെറുതായിട്ട് ആ ഒരു ത്രെഡ് വിസിബിൾ ആവുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ DIY കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് ക്ഷീണിച്ച്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നടക്കാനായിട്ട് ഇറങ്ങിയാൻ കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു മിററാണ് കേട്ടോ നമ്മൾ DIY ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങി വെച്ചാണ്. ഇതിൻ്റെ കളർ എനിക്ക് തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ ഒരു ബട്ടൺസ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഫെവിക്വിക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ബട്ടൺസും ആ എൻഡിലൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെയാണ് കേട്ടോ തൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത്. എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി. ആ ബട്ടൺസിൻ്റെ എസ്പെഷ്യലി ആ വുഡൻ ബട്ടൺസ്. നെക്സ്റ്റ് ഈ കഴിഞ്ഞ ദിവാലിക്ക് ഞാൻ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചൊരു DIY ആണ്. പക്ഷെ ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഒന്നുമില്ല, പഴയ കുറച്ച് ലെഫ്റ്റ് ഓവർ ഫാബ്രിക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ടൈപ്പ് ഡെക്കോറാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഫാബ്രിക്സിലൊക്കെ ഡിഫറെൻറ്റ് ഷേപ്സ് വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചതിനെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഫാബ്രിക് പീസസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ ഒരു എൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒരു പില്ലോ ഷേപ്പിൽ വരും കേട്ടോ അത്. എന്നിട്ടൊന്നുമില്ല, സീക്വൻസസും ബീഡ്സും ഒക്കെ ഒന്നിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. ഇത് അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു പണി ആയതുകൊണ്ട് തന്നെ ഞാൻ കൃതി സാനോൻ്റെ ദ്രൗപദി എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഒരു ത്രെഡിൽ ഇതിനെല്ലാം കൂടെ കോർക്കാണ് വേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇതും ഞാൻ വിൻഡോ സൈഡിൽ തന്നെയാണ് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ സിമ്പിളായിട്ടൊരു ബോട്ടിൽ ആർട്ട് ചെയ്തതാണ്. അതും ഈ ഒരു വിൻഡോ സൈഡിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് വരച്ച് വെച്ചിട്ടുള്ള എൻ്റെ ഡ്രോയിങ്സ് ആണ് ഇതൊക്കെ എന്തായാലും ഈ ഒരു വാളിൽ ഒട്ടിച്ച് വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ആ ഒരു വാളിൽ വേറെ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല.
ഞാൻ ഭയങ്കര ഒരു സിനിമാ ഭ്രാന്തിയാണ് കേട്ടോ. ഒരു ഡെക്കറേഷൻ കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ റൂമുള്ളത്. അപ്പം ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ചെറിയൊരു ഡെക്കറേറ്റിംഗ് വീഡിയോ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.